വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം എന്താണ് നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷമെന്ന്. ഖാംനയെ വധിച്ചാൽ യുദ്ധം തീരുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഭീഷണിക്കും ഉപാധികളില്ലാതെ കീഴടങ്ങണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കും വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയി. ഇസ്രായേലുമായി തുറന്ന യുദ്ധം തന്നെ ആരംഭിച്ചതായും ഖാംനയി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. US നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ടാൽ പ്രത്യാഘാതം തിരുത്താനാകാത്തതാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം ട്രംപിന് നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഒന്നുകൂടി രൂക്ഷമാവുകയാണ്. ഇന്നും ശക്തമായ ആക്രമണമാണ് ഇറാനും ഇസ്രായേലും നടത്തുന്നത്. അതിനിടെയാണ് ഇറാൻ ചർച്ചയ്ക്ക് സമീപിച്ചതായുള്ള പ്രതികരണം ട്രംപിൽ നിന്നുണ്ടായിരിക്കുന്നത്. അടുത്തയാഴ്ച ഇറാനെ സംബന്ധിച്ച് നിർണായകമാണെന്നും ഈ വാരാന്ത്യത്തോടെ അത് സംഭവിച്ചിരിക്കും എന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ലോകം ഒന്നാകെ ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചർച്ചയ്ക്ക് വിളിച്ചു എന്ന വാർത്ത ഇറാൻ തള്ളുകയും ചെയ്യുന്നു. എന്താണ് നിജസ്ഥിതി എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അഫ്താബ് റഹ്മാനും MCA നാസറും ചേരും. അഫ്താബ് റഹ്മാനിലേക്ക്. അഫ്താബ്, ട്രംപിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. അടുത്തയാഴ്ച നിർണായകമെന്ന് പറയുന്നു. ഇറാൻ ചർച്ചയ്ക്ക് വിളിച്ചതായും അല്ലെങ്കിൽ ചർച്ചയ്ക്ക് സമീപിച്ചതായും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്താണ് ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? അത് പൂർണ്ണമായും ഇറാൻ നിഷേധിക്കുകയാണോ ഇപ്പോൾ? ട്രംപിന്റെ ഇന്നത്തെ പ്രതികരണം വൈറ്റ് ഹൗസിന് പുറത്തു വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. നമുക്ക് ട്രംപിന്റെ സാധാരണ രീതിയിലുള്ള ഇറാനുമായുള്ള യുദ്ധത്തിന് ശേഷം ഓരോ തവണയുമുള്ള അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സംഭാഷണ രീതി എന്ന് പറയുന്നത് അത് ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വരത്തിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ട്രംപ് കുറെ കൂടി ഒരു സമവായത്തിന്റെ അല്ലെങ്കിൽ ചർച്ചയുടെ സാധ്യതകൾ സൂചിപ്പിക്കുന്ന ധ്വനിയിലാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. തങ്ങൾ ഇപ്പോൾ നേരിട്ട് യുദ്ധത്തിലേക്ക് വളരെ വേഗത്തിൽ പോകുന്നില്ല, പകരം ഇറാൻ ഇപ്പോൾ തങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് വേണമെങ്കിൽ വൈറ്റ് ഹൗസിലേക്ക് വരെ വരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള തരത്തിലാണ് ഇറാന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. എങ്കിൽ പോലും അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ആഴ്ച ഇറാനെ സംബന്ധിച്ച് നിർണായകമാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലും ട്രംപ് പറഞ്ഞിരുന്നത് 2 ദിവസത്തിനകം അല്ലെങ്കിൽ ഈ ആഴ്ചക്കകം തീരുമാനമുണ്ടാകുന്ന ധ്വനിയിലാണ് ട്രംപ് പറഞ്ഞിരുന്നത്. സമാനമായ രീതിയിൽ വീണ്ടും ഒരാഴ്ച എന്ന് അദ്ദേഹം പറയുന്നു. ഈ ആഴ്ചക്കൊടുവിൽ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നു. ട്രംപ് പറയുന്നതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അതായത് ഞങ്ങളുമായി ഉപാധികളില്ലാതെ കീഴടങ്ങിയില്ലെങ്കിൽ ഇറാനിൽ നേരിട്ട് ആക്രമണം നടത്തുമെന്നുള്ള ധ്വനിയിലാണ് അദ്ദേഹം സംസാരിച്ചു വെക്കുന്നത്. പക്ഷെ തൊട്ടു പിന്നാലെ ന്യൂയോർക്കിൽ തന്നെയുള്ള ഇറാന്റെ പ്രത്യേക മിഷൻ ഇക്കാര്യം പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നുണ്ട്. അവർ നിഷേധിച്ചത് വൈറ്റ് ഹൗസിലേക്ക് വരാമെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. കാരണം തങ്ങൾ ഇതുവരെ അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല. മാത്രവുമല്ല, ഇതുവരെ ഭീഷണിയുടെ സ്വരത്തിലാണ് ട്രംപും US എല്ലാം സംസാരിക്കുന്നത്. അത്തരമൊരു സംസാരത്തിലൂടെ നടക്കേണ്ടതല്ല ഇത്തരമൊരു ഒത്തുതീർപ്പും ഒപ്പം തന്നെ ചർച്ചകളും. അങ്ങനെ ഭീഷണിയുടെ സ്വരത്തിലുള്ള സമാധാനവും ഒപ്പം തന്നെ യുദ്ധം നിർത്തിപ്പിക്കാമെന്നതും തങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇന്ന് രാവിലെ ഖാംനയും, അതായത് ഇറാന്റെ പരമോന്നത നേതാവും പറഞ്ഞിരുന്നു. അത് തന്നെ ആവർത്തിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ന്യൂയോർക്കിലുള്ള ഇറാന്റെ പ്രത്യേക ഓഫീസ്, അതായത് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ദൂതനായുള്ള അവരുടെ ഓഫീസാണ് ന്യൂയോർക്കിലുള്ളത്. ഇവരാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ട്രംപിനോട് വൈറ്റ് ഹൗസിലേക്ക് വരാമെന്ന കാര്യം നിഷേധിച്ചു എന്നാണ് പറയുന്നത്. അതേസമയം ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തർ വഴിയും ഒപ്പം തന്നെ ഒമാൻ വഴിയും ഇറാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സംസാരിക്കുന്ന കാര്യം വളരെ കൃത്യമാണ്. അവർ പറയുന്നത് തങ്ങൾ സംവാദത്തിന് തയ്യാറാണ്, പക്ഷേ തങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് നേരത്തെ ഈ ആക്രമണം നടത്തിയതെന്നുള്ളൊരു നിലപാട് US-നുണ്ട്. അതായത് നേരത്തെ ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചത് US-ഉമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പൊടുന്നനെ ഇറാനുമേൽ ആക്രമണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കബളിപ്പിച്ച് നടന്ന ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ നടന്ന ഈ ഒരു സംഭവം എന്ന നിലക്ക് ഇവരുമായി നേരിട്ടൊരു ചർച്ച എന്ന് പറയുന്നത് ഈ ഒരു ഭീഷണിയുടെ സ്വരത്തിലല്ല നടക്കേണ്ടത്, പകരം ഒരു സമവായത്തിന്റെ രൂപത്തിലാണെന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്നത്.